അങ്ങനെ ഗൈസ് നിങ്ങൾ പാത്രക്കടവിൽ നിന്നും പിന്നെ നേരെ പോകുന്നത് വേറൊരു സ്ഥലമാണ് കേട്ടോ. ഒരു അടിപൊളി പ്ലേസ് ആണ്. എവിടെയെന്ന് അറിയണ്ടേ? പൊന്നുണ്ണി. പൊന്നുണ്ണിയിലോട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പോകുന്നു അതിന് ചെറിയ വെള്ളത്തിന്റെ കുറെ എന്താ പറയാ ഒരു തോട്ടിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത് ഗൈസ്. അങ്ങനെ ഞങ്ങൾ പൊന്നുണ്ണി എത്തി ഗൈസ്. ഇതാ ഹിബയു ഷിഫാനൊക്കെ ഇതാ നടന്നു പോകുന്നു. ദെൻ ഇതാണ് പൊന്നുണ്ണി. നല്ല പ്യുവറായിട്ടുള്ള വെള്ളം. ചെന്നപ്പോ തന്നെ കുട്ടികൾ വെള്ളത്തിന് ചാടാൻ തുടങ്ങിയ വെള്ളത്തിന്റെ അടിയിലുള്ള കല്ല് വരെ അത്രയും പ്യുവറായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ശിവാനി നന്ദൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെള്ളം കൊണ്ട് കളിക്കുക. ശിവാനിക്ക് നീന്താനെന്ന് അറിയില്ല. ശിവാനിക്ക് മാത്രമല്ല, എനിക്കും ഹിബക്കും ശിവാനിക്കും ഒന്നും നീന്താൻ അറിയില്ല. നന്ദനക്ക് മാത്രമേ ഗൈസ് നീന്താൻ അറിയുള്ളൂ. അപ്പൊ തന്നെ നാട്ടിൽ എനിക്ക് മാങ്ങ ഉപ്പിലിട്ട് പഴച്ച് വെച്ചാൽ അനച്ച മാങ്ങ ഉപ്പിലിട്ടത് കൊണ്ടുവന്ന് ഞങ്ങൾ അതൊക്കെ കഴിച്ചു ഗൈസ്. എപ്പോൾ തീർന്നു എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ തന്നെ നന്ദന റീൽസിന് വേണ്ടിയിട്ട് ഇതാ കളിക്കൽ വാങ്ങാൻ നന്ദനതാ നീന്തി വരുന്നു ഗൈസ്. അപ്പൊ പിന്നെ കുട്ടികൾ അപ്പുറത്ത് ഇങ്ങനെ കളിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ദെൻ അടുത്ത ഞാനായിരുന്നു അവൻ്റെ മൂലം എൻ്റെ വീഡിയോ ഒക്കെ നിർത്തലാക്കി അവരെന്ത് ചെയ്ത് എൻ്റെ മീത് വെള്ളം തന്നെ തിളപ്പിക്കാണ് ഗൈസ്. എനിക്ക് നീന്താൻ അറിയില്ല എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ എന്തായാലും ഇനി നനഞ്ഞ് കുളിച്ചിട്ട് കയറാന്നുള്ള മട്ടിലായി ഞാൻ. എനിക്ക് പിന്നെ നീന്താൻ അറിയാത്തല്ലോ. പിന്നെ മൊത്തം ചെരുപ്പിട്ടിട്ടുണ്ട് വെള്ളത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ തെന്നി വീഴുന്നുണ്ട്. പിന്നെ അവർ റീൽസ് എടുക്കാൻ വേണ്ടി കുറച്ച് അങ്ങനെ അവിടെ വെള്ളത്തിന് നേരം കളിക്കുകയോ ചെയ്തു. നല്ല തണുത്ത വെള്ളമായിരുന്നു ഗൈസ്. ഒരു വട്ടങ്ങനെയാണ് നിങ്ങൾ ഇവിടെ ഒന്ന് പോയാലും നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു എന്താ പറയുക നമ്മൾ മൈൻഡ് ഇപ്പം എന്നറിയോ ഫ്രഷ് ആവും. അത്രയും നല്ല രീതിയാണ്. കുട്ടിക്കാലത്തൊക്കെ പോയി കളിച്ചൊരു ഫീലായിരുന്നു എനിക്ക്. ഉമ്മാൻ്റെ വീട്ടിലൊക്കെ പോയി പുഴയിൽ നീന്താനൊന്നും അറിയില്ലെങ്കിലും അമ്മമാരെ മക്കളുടെ കൂടെയൊക്കെ പോയൊരു ഫീലാണ് എനിക്ക് തോന്നിയത്. എന്തായാലും ഭയങ്കര കണ്ടില്ലേ, നല്ല തെളിഞ്ഞ വെള്ളം, നല്ലൊരു അറ്റ്മോസ്ഫിയർ, നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. പിന്നെ കേസ് അവിടെ ഞങ്ങൾ എല്ലാവരും ഇവിടെ വെള്ളത്തിൽ ഇങ്ങനെ സെൽഫിയൊക്കെ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ എടുത്ത് അങ്ങനെ കുറേ നേരം കളിച്ചു. ദെൻ ഞങ്ങൾക്ക് ഉച്ചയാകുമ്പോൾ നല്ല വിശപ്പായി കേസ്. ഞങ്ങൾ മന്തി ഓർഡർ ചെയ്തിരുന്നു. സാഫ്രോഡിൽ നിന്ന് ഞങ്ങൾ മന്തി അൽഫാമൊക്കെ ഓർഡർ ചെയ്തു. നല്ല രസമല്ലേ പുഴവൊക്കെ ഇരുന്നിങ്ങനെ പ്ലേറ്റിലിങ്ങനെ മന്തിയൊക്കെ കഴിക്കാൻ, ചൂടുള്ള മന്തിയും അൽഫാമൊക്കെ കഴിക്കാറിഞ്ഞു. ഭയങ്കര വയമ്പായിരുന്നു ഗൈസ്. നമുക്ക് അടിപൊളിയായിട്ടായിരുന്നു. പ്ലേറ്റിൽ ഒതുങ്ങുന്നില്ല ചോറും അൽഫാമൊന്നും. പക്ഷേ എന്താ ചെയ്യാം, ഞങ്ങൾ വേറെ സാമഗ്രികളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും അവിടെ ഇരുന്ന് ഞങ്ങൾ നന്നായിട്ട് എല്ലാവരും ഭക്ഷണം കഴിച്ച് കുറേ നേരം വെള്ളത്തിലിരുന്ന് അല്ലെങ്കിൽ രാവിലെ എല്ലാവരൊക്കെ വന്നത്. അപ്പോൾ വന്ന മുതൽ ഇതുവരെയൊക്കെ വെള്ളത്തിലിരുന്ന് കളിച്ചപ്പോൾ ഒരുപാട് തണുത്ത് വിറക്കാൻ തുടങ്ങി. ഞങ്ങൾ മഴ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് പോയത്. റെയിൻകോട്ട് വാങ്ങി റെയിലൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ മഴ ഞങ്ങൾ പഠിച്ചു ഗൈസ്. ഇതാണ് നമുക്ക് ഗൈസ്. ഇനി ഞാൻ നിന്ന അൽഫാമിൻ്റെ എല്ലാ ഇട്ടത്തെ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം റീൽസ് കുറച്ചിങ്ങനെ എടുക്കാനൊക്കെ വിചാരിച്ചു. അങ്ങനെ റീൽസ് കഴിഞ്ഞു. അപ്പോഴാണ് നമ്മൾ മുർഷിനെ വന്നിട്ടുള്ളത്. മുർഷിനെ നമ്മൾ വെള്ളത്തിലോട്ട് ഇട്ടു. ആ റീൽസ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോൾ അവിടെ പിന്നെ അങ്ങനെ ഏകദേശം 4 മണിയൊക്കെ ആയി ഗൈസ്. എന്താ അപ്പോൾ അവർ യാത്രയാവുകയാണ്. അപ്പോൾ വീട്ടിലോട്ടാണ് ഞങ്ങൾ ആദ്യം പോകുന്നത്. അവിടെ പോയിട്ട് ഒരു ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയ ശേഷം താത്ത പിന്നെ അവർക്ക് ചായയും കടിയും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെ അവർ ചായക്ക് കുടിച്ച് പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അവർ ഉമ്മാനോടും താത്താനോടൊക്കെ യാത്ര പറഞ്ഞ് ഗൈസ് പോവാണ്. ഇനി അവർ പെരുന്തൽമണ്ണ എത്തേണ്ടതാണെന്ന് അവർക്ക് സമയം ഒരുപാടായി. ഇനി നേരെ ഇരുട്ടാവാനായി. അപ്പം ഇനി മഴയ്ക്ക് വരുന്നതിന് മുന്നേ പെട്ടെന്ന് തന്നെ അവർക്ക് എന്ത് ചെയ്യണം പോകണം. അങ്ങനെ അവരെന്ത് ചെയ്യാണ്, അവർ ഡ്രോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവർ പെരുന്തൽമണ്ണയ്ക്ക് പോവാണ്. അങ്ങനെ നന്ദനക്കോട്ടി ടാറ്റയ്ക്ക് പറഞ്ഞു. ഹിബമോളും ശിഫമോളൊക്കെ ടാറ്റ പറഞ്ഞു. അങ്ങനെ അവരെ മണ്ണാർക്കാട്ടേക്ക് ഡ്രോപ്പ് ചെയ്ത് കൊടുത്തു. പിന്നെ അവിടുന്ന് അവർ ബസ്സിൽ പോകും. അങ്ങനെ ബ്രദറിൻ്റെ മോനെ അവരെ മണ്ണാർക്കാട് ആക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ യാത്രയായി ഗൈസ്. അവർ ഇതാ കാറി പോകുന്നു. ടാറ്റ ബൈ ബൈ പറയുന്നു. ഇനി അടുത്ത വ്ളോഗുമായിട്ട് അടുത്ത ഗൈസ് ബൈ.